പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പരാതികളിൽ മലക്കം മറിഞ്ഞ് യുവതി. രാഹുലിനെതിരെ പരാതിപ്പെട്ടത് വീട്ടുകാരുടെ നിർബന്ധത്താലാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചതെന്ന് പറയാൻ വീട്ടുകാർ നിർബന്ധിച്ചു. രാഹുൽ തന്നോട് നന്നായാണ് പെരുമാറിയത്. ഭർത്താവിനെതിരെ പറഞ്ഞതെല്ലാം നുണയെന്നും അതിൽ പശ്ചാത്താപമുണ്ട് എന്നും പെൺകുട്ടി പറഞ്ഞു. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക, ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രം രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും, മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം, ഞാനിട്ട എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിയിട്ടുന്ന രാഹുലേട്ടനാണ്. എല്ലാ ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു. ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറയേണ്ട റീസൺ, എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ. തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു. അത് കോംപ്രമൈസ് ചെയ്തു.
ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസാണ്. അതിലാണ് പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, താൻ പറഞ്ഞ കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ നുണയാണ്, അതിൽ പശ്ചാത്താപമുണ്ട് തനിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് സംബന്ധിച്ച് നമുക്ക് സൂചനകളുണ്ടോ? കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഈ യുവതിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ? രേണുക, ഇതുവരെ ഇല്ല എന്ന് വേണം. വാസ്തവം അതാണ്. കാരണം ആ കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ബന്ധു, അദ്ദേഹം ഒരു അമ്മാവനുണ്ട്, അദ്ദേഹമായിരുന്നു ആ സമയത്ത് നമുക്ക് വിവരങ്ങൾ നൽകിയിരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞത് തിരുവനന്തപുരത്താണ്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തത്. അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്, അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് അത് ജോലി ചെയ്തിരുന്നതെന്നാണ് നേരത്തെ പാരന്റ്സ് പറഞ്ഞിരുന്നത്. ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. പക്ഷെ അവിടെ അന്വേഷിച്ചപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ ലീവിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് അച്ഛന്റെ ഒരു പ്രതികരണം വന്നത്. അങ്ങനെ മാത്രമാണ്. മറ്റൊരു വിവരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമല്ല. രേണുക സൂചിപ്പിച്ചതുപോലെ കേരളത്തെ അങ്ങേയറ്റം ഞെട്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു. കാരണം വിവാഹിതയായ ഒരു പെൺകുട്ടി 7ാമത്തെ ദിവസം ഭർത്തൃ വീട്ടിൽ നിന്നും ഗാർഹിക പീഡനത്തിനിരയായി, അതും അതിക്രൂരമായ ഗാർഹിക പീഡനത്തിനിരയായി രക്ഷിതാക്കൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. അത് അന്ന് നമ്മളുൾപ്പെടെ എല്ലാ മീഡിയവും ആ പെൺകുട്ടിയുടെ പാരന്റ്സിനെ അങ്ങേയറ്റം അഭിനന്ദനാർഹമായ ഒരു മൂവ് എന്ന് നമ്മൾ ഓരോരുത്തരും അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അവരെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു മാതൃകയാണ്, എല്ലാ രക്ഷിതാക്കൾക്കും ഇതൊരു മാതൃകയാണ് എന്നുള്ള തരത്തിലൊക്കെ ഇതിന്റെ ചർച്ചകൾ പോവുകയും പിന്നീട് ഈ രാഹുലിന്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയും അവിടെ വെച്ചിട്ട് രാഹുലിന്റെ അമ്മയും സഹോദരിയും ഈ പെൺകുട്ടിയുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അവരുടെ പ്രതികരണം വരികയും അതിനെതിരെ തന്നെ നമ്മളും സോഷ്യൽ മീഡിയയും ഒക്കെ അങ്ങേയറ്റം പ്രതികരിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങേയറ്റം ചർച്ച ചെയ്തൊരു സാഹചര്യമുണ്ട് ഈ കേസിന്. ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും ഈ രാഹുലിനെ, അതായത് ബ്ലൂ കോർണർ നോട്ടീസിനുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. രേണുക, തീർച്ചയായും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലയിൽ കേസ് എത്തി നിൽക്കുമ്പോഴാണ് പെൺകുട്ടി താൻ പറഞ്ഞതൊക്കെ കളവാണ്, വീട്ടുകാരുടെ സമ്മർദ്ദത്താലാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോഴും സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിച്ചിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അതേ തുടർന്ന് ഞങ്ങൾ തമ്മിൽ തല്ലുപിടിക്കുന്ന അല്ലെങ്കിൽ എന്നെ തന്നെ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് ഇപ്പോഴും ആ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷേ രാഹുലിന്റെ കൂടെ തന്നെ പോകാനായിരുന്നു തനിക്ക് താല്പര്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ യുവതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് തനിക്കുണ്ടായ പശ്ചാത്താപത്തിന്റെ പേരിലാണ് എന്ന് ആ യുവതി പറയുകയാണ്. കേരളം പലതരത്തിലുള്ള കേസുകൾ കണ്ടിട്ടുള്ളതാണ്. വിസ്മയുടെയും മറ്റുമൊക്കെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. ആ പിതാവ് മകൾക്ക് മർദ്ദനമേറ്റു എന്നറിഞ്ഞപ്പോൾ അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത് ആ നിലയിൽ തന്നെ സമൂഹം സ്വീകരിച്ചതാണ്. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് കൂടി അറിയുമ്പോഴേ, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കൂടി അറിയുമ്പോഴേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാകുകയുള്ളൂ.